ഞാൻ എൻ്റെ ഉമ്മയുടെ വീട് എറണാകുളത്ത് നോർത്തിലാണ്. അപ്പോൾ ഈ കലാഭവൻ്റെ വഴി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കും എപ്പോഴേലൊക്കെ ഇവിടെ കയറാൻ പറ്റും. 90 കാലഘട്ടം എടുത്താൽ അത് എൻ്റെ ഫാമിലിക്കകത്തോ എൻ്റെ ഫ്രണ്ട് സർക്കിളിലോ എൻ്റെ അയൽവക്കത്തോ ഹൃദയസ്തംഭനം മൂലം ചെറുപ്പക്കാരും മരിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അതേപോലെ 95, 2000, 2005 ഈ കാലഘട്ടത്തിലൊന്നുമില്ല എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വേറെ അറിയാവുന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ വാർത്തകളിൽ ആയിട്ടുള്ള ഒരു ഓർമ്മയിലൊന്നുമില്ല. ഈ അടുത്ത കാലത്തായിട്ടാണ് ചെറുപ്പക്കാർ പിള്ളേർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജിമ്മിൽ കുഴഞ്ഞു വീണ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചത്. ഇന്നലെ മൂന്നാർ ഒരു മിടുക്കി കുട്ടി ഡാൻസ് കളിക്കുമ്പോൾ ജിമ്മിൽ പോകുമ്പോൾ അങ്ങനെ പല ഇടങ്ങളിലായിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോഴൊക്കെ കുഴഞ്ഞു വീണ് മരിക്കണം. അത് ചെറുപ്പക്കാരുടെ ഇടയിലാണ്. അപ്പോൾ ആരും വ്യക്തമാക്കുന്നില്ല എന്താ കാരണമെന്നുള്ളത്. ഈ അടുത്ത കാലത്തായിട്ട് ഇത് കൂടുതലാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അതിനിടയിലാണ് നവാസ്, കലാഭവൻ നവാസ്, 51 വയസ്സുള്ളൂ. പുള്ളി ഒരു നല്ലൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ശക്തമായി തിരിച്ചു വന്ന നല്ല സാന്നിധ്യം അറിയിച്ച് മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ച് വരുന്ന സമയത്താണ് പുള്ളിക്ക് അങ്ങനെ ഉണ്ടായിരുന്നത്. ഏറെ വേദന തോന്നിയൊരു വാർത്തയായിരുന്നു അത്. നവാസിൻ്റെ ആദ്യ ഷോ നവാസിന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ വീടിൻ്റെ പരിസരത്താണ്. അത് ഇന്നിപ്പോൾ ആ ഗ്രൗണ്ടില്ല, അവിടെ വലിയൊരു സ്ഥാപനമായി മാറി. ഓണത്തിൻ്റെ ഒരു സമയത്ത് തലേ ദിവസം ഉമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ഞാൻ ഒരു വൺമാൻ ഷോ ചെയ്തു. തൊട്ട് ചേർന്നുള്ള മതിലിനപ്പുറത്താണ് KS പ്രസാദേട്ടൻ താമസിക്കുന്നു. അദ്ദേഹം ഇത് കണ്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1993-94 കാലഘട്ടത്തിൽ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇവിടെ വലിയ ഗ്രൗണ്ടായിരുന്നു. ഈ സ്ഥലം വരുന്നത് ഭീഷൺ റോഡ് എൻഡ്. ഇവിടെയാണ് പ്രസാദും ഈ പറഞ്ഞ നവാസൊക്കെ കണ്ടുമുട്ടിയെന്ന് പറയുന്ന സ്ഥലം. അതായത് ഈ കാണുന്ന കാട് മൂടിയ പ്രദേശം ഉണ്ടല്ലോ, ഇവിടെയാണ് KS പ്രസാദ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ടപ്പുറത്ത് ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിന് അവിടെയാണ് വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. ആ ഗ്രൗണ്ടിലാണ് നവാസ് ആ പരിപാടി ആ ഷോ അവതരിപ്പിച്ചത്. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ മോഹൻലാലിൻ്റെ ഇറ്റ് ചിത്രമായിട്ടുള്ള ചിത്രം അന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു അന്ന്. അപ്പോൾ നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു ഒരു കാലഘട്ടമാണ് കടന്നു പോയത്. കഴിവുള്ള ഒരു കലാകാരനായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്, കലാകാരന്മാർ മാത്രമല്ല പല വ്യത്യസ്ത മേഖലയിൽ നിന്നൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത ഭാവിയിൽ നല്ലൊരു സമൂഹത്തിന് വേണ്ട നല്ലൊരു വ്യക്തിയായി മാറുന്ന പലരും പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കാനാണ്. അതെന്താ കാരണം എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, ES ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതുപോലെ വാക്സിൻ എടുത്തവർ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണമെന്നുള്ള രീതിയിൽ അവിടെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണിക്കണമെങ്കിൽ, പ്രയാസങ്ങൾ കാണിക്കണമെങ്കിൽ ഒട്ടും താമസിക്കരുത്. അത് ഗ്യാസിൻ്റെ ഒന്നും പറഞ്ഞ് വെച്ചിട്ടിരിക്കരുത്. ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. ഓക്കെ.